ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പ്രാഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഫ്ലൈറ്റ് 9:30-ക്കായിരുന്നു. നേരത്തെ ഞങ്ങളവിടെ എത്തി. കയറിയപ്പോൾ തന്നെ അവിടെ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ബോർഡിൽ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. നോക്കിയപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പറിൻ്റെ അവിടെ ക്യാൻസൽഡ് എന്ന്. ഞങ്ങൾക്കാണെങ്കിൽ യാതൊരു ഇൻഫർമേഷനും ഇല്ല, ഒരു മെസ്സേജും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും നമ്മൾ പാക്ക് ചെയ്താണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാ ബുക്കിങ്ങും ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ്. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ കൗണ്ടറിൽ പോയിട്ട് അന്വേഷിച്ചു. അവരപ്പോൾ തന്നെ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് ക്രൊയേഷ്യ വഴി, ഒന്ന് വേറൊരു വഴി. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്രൊയേഷ്യ വഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ 2 ഫ്ലൈറ്റ് എടുക്കണം. 1 മണിക്കൂർ എക്സ്ട്രാ വേണം. സാരിയില്ല, അങ്ങനെ ടിക്കറ്റ് എടുത്തു. എന്നാലും പ്രയാസമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് അത് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തെങ്കിൽ പോലും നമുക്ക് പ്രയാസമില്ലാണ്ട് ടൈമും വലുതായിട്ട് നഷ്ടമായില്ല. കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഞങ്ങൾ പ്രാഗിലെത്തി. വലിയ എയർപോർട്ടൊന്നുമല്ല, ഒരു ചെറിയ എയർപോർട്ടായിരുന്നു. സാധാരണ യൂറോപ്പിൽ കൂടുതൽ വിസിറ്റഡ് പ്ലേസ് ആണല്ലോ പ്രാഗൊക്കെ. അപ്പം നല്ല തിരക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടും തിരക്കില്ലായിരുന്നു. ഞങ്ങളവിടെ എത്തി, ലഗേജൊക്കെ എടുത്തു. എന്നിട്ട് അങ്ങനെ ഇനി പിന്നെ കാറ് ബുക്ക് ചെയ്യാനൊക്കെ നോക്കാനായിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ എന്നിട്ട് ഒരു ബോൾട്ട് ബുക്ക് ചെയ്തു. അവിടുന്ന് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോകാനായിട്ട്. പണ്ട് ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞ ഒരു കൺട്രി ആയിരുന്നു. പിന്നെ അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എൻഡ് ആയപ്പം അവരത് രണ്ടുപേരും പീസ്ഫുള്ളായിട്ട് 2 കൺട്രി ആയിട്ട് എന്താ പൊളിറ്റിക്കൽ ഡിസഗ്രിമെൻ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും 2 കൺട്രിയായിട്ട് ഡിവൈഡായി. അപ്പം ഇതാണ് പ്രാഗിലെ സിറ്റി കൂടി ഞങ്ങൾ കാറിൽ പോവുകയാണ്. ഒരേപോലത്തെ ഒരേ ടൈപ്പ് ഓഫ് ഹൈറ്റ് വരെ സെയിം ആയിട്ടുള്ള വീടുകളും നല്ല ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, സിറ്റിയാണ്. അപ്പം ഇവിടെ പഴയ കാലത്തുള്ള ട്രാമാണിത്. പണ്ട് കുറേ കാലം മുമ്പുള്ള ട്രാം അത്. ഇപ്പോൾ പുതിയ ട്രാം വന്നിട്ടുണ്ട്, പക്ഷേ പഴയതുമുണ്ട് പുതിയതുമുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി നമ്മുടെ എയർബിഎൻബി എത്തി. അപ്പോൾ ഇതാണ് എയർബിഎൻബി ഞങ്ങളെടുത്തത്. അതിൻ്റെ നേരെ മുമ്പിലൊരു നല്ല പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എയർബിഎൻബിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് താക്കോലൊക്കെ അവർ അവിടെ തന്നെ വെച്ചേക്കും. നമ്മൾ ആരുടെ അടുത്തും കളക്ട് ചെയ്യൊന്നും വേണ്ട. ഈ ഫസ്റ്റ് ഡോർ തുറക്കണമെങ്കിൽ തന്നെ ഒരു നമ്പർ ലോക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ അവർക്കൊരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിനകത്ത് ചാവി ഉണ്ടാവും. ആ ചാവി എടുത്തിട്ട് നമ്മൾ വീണ്ടും അകത്ത് കയറണം. അകത്ത് കയറി അവിടെ ഒരു നമ്പർ ലോക്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചാവി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ കതകും തുറക്കും. ആ കതക് തുറന്നിട്ടാണ് ലിഫ്റ്റിലേക്ക് എത്തുള്ളൂ. പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് മുകളിൽ പോയി വീണ്ടും നമ്മുടെ ആ കതകിൽ ഈ സെൻസറുള്ള ചാവി വെച്ച് കഴിഞ്ഞാൽ അത് തുറക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര സെക്യൂർഡ് ആയിട്ടാണ് ഇവരെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു ഗുഹയ്ക്കകത്ത് കയറി പോകുന്ന പോലെ ഒരു ഫീൽ വരും. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചെക്ക് ലാംഗ്വേജാണ്. അതുപോലെ കറൻസിയും ക്രോണറാണ്. പറയാൻ നാക്കുളുക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എയർബിഎൻബി. നമ്മൾ ഒരു ചെറിയ എയർബിഎൻബി, വളരെ ചെറുത്, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എനിക്കൊന്ന് പുതുതായിട്ട് അവരെന്തോ റിനോവേഷനൊക്കെ ചെയ്താന്ന് തോന്നുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല ടൗണിൽ നിന്ന് അടുത്താണ്, ട്രാം എല്ലാം മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ വീട്ടിനകത്ത് ഹീറ്റിംഗ് പ്രൊവിഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷേ എന്തായാലും നമുക്ക് പുറത്തിറങ്ങണം. മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്തിറങ്ങാനായിട്ടൊക്കെ റെഡിയായി. വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ വിൻ്റർ ക്ലോത്ത്സൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ കാറ്റൊക്കെ വരുമ്പോൾ ഞങ്ങളെടുത്ത് ജാക്കറ്റൊന്നും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ മതിയാവാത്ത പോലെ തോന്നി. അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ വിൻ്ററിൻ്റെ സമയത്ത് എന്ത് തണുപ്പായിരിക്കും എന്ന് ആലോചിക്കുമായിരുന്നു. വീട്ടിനകത്ത് പക്ഷെ ഒട്ടും ഫീലാവില്ല. പ്രാഗിലെ ഏറ്റവും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഓൾഡ് ടൗണിൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസാണ്. ശരിക്കും രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ക്യാസിൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ വെളിയിലിറങ്ങി ആസ് യൂഷ്വൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് വീണ്ടും ഇറങ്ങി. ഇതാണ് പൗഡർ ടവർ എന്ന് പറയുക ഇവർ. അത് ഓൾഡ് ടൗണിനെ ന്യൂ ടൗണിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ ടവർ. അപ്പോൾ വളരെ പണ്ടത്തെ കാലത്ത് ഇവിടെ ഗൺ പൗഡർ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പൗഡർ ടവർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് പേസ്ട്രിയാണ് ട്രെഡൽനീക്ക് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതെന്താണെന്ന് വെച്ചാൽ സിനമണും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ഒരു റോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളത് നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ നാളെ വന്ന് അത് ട്രൈ ചെയ്യാം. അതിന് ക്യൂ ആണ് അവിടെ ആൾക്കാർ അത്ര അധികം. ഇതൊക്കെ നോൺ വെജ് ഐറ്റംസാണ് കുറച്ച്. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ട് നാളെ വന്നിട്ട് എന്തായാലും ആ പേസ്ട്രി ഒന്ന് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോയി. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ.